നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നി. ചെക്ക് സംബന്ധമായിട്ടുള്ള ഒട്ടേറെ സംശയങ്ങൾ ഈ നാളുകളിൽ ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ചെക്ക്. നമ്മുടെ വ്യവഹാര മണ്ഡലങ്ങളിൽ നിത്യോപയോഗ സംവിധാനങ്ങളിലൊക്കെ തന്നെ ചെക്കിൻ്റെ പ്രാധാന്യം ഏറെയാണ്. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് നിലവിൽ വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ചെക്ക്. ഇന്ന് ചെക്കിൻ്റെ ഉപയോഗം വളരെ വ്യാപകമാണ്. ചെക്ക് ഉപയോഗം വ്യാപകമായപ്പോൾ അതിൻ്റെ ദുരുപയോഗവും ഏറെയായി. പലപ്പോഴും ചെക്ക് ലഭിക്കും, ചെക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാരം പണം ലഭിക്കാത്ത സാഹചര്യം വരും. നീണ്ട സിവിൽ യുദ്ധങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകളിലായി ചെക്ക് ലഭിക്കുന്ന ആളുകളുടെ അവസ്ഥ. അങ്ങനെയാണ് 1989 പുതിയ ഭേദഗതി നിലവിൽ വരുന്നത്. അത് പ്രകാരം സെക്ഷൻ 138 പ്രകാരം ഇത്തരം കാര്യങ്ങളിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാമെന്നുള്ള നിയമവ്യവസ്ഥ നിലവിൽ വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷം തർക്കങ്ങളിലും ഫയൽ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളാണ്. സെക്ഷൻ 138 അനുസരിച്ചുള്ള. എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വണ്ടി ചെക്കുകളുടെ ആധിക്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചെക്കുകൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പലരും ചെക്ക് വാങ്ങുന്നില്ല. ഇനി അഥവാ ചെക്ക് കിട്ടി അത് മടങ്ങുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ചെക്ക് അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ചെക്ക് മടങ്ങുന്നു, എന്ത് ചെയ്യണം? ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ നോട്ടീസ് അയക്കേണ്ടതുണ്ട്. 30 ദിവസമാണ് അതിൻ്റെ പരിധി. അതിൽ നമുക്ക് ചെക്ക് പ്രകാരമുള്ള സംഖ്യ തിരിച്ചാവശ്യപ്പെടാം. ആ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ സംഖ്യ നമുക്ക് തന്നാൽ, ചെക്ക് തന്ന ആൾ നമുക്ക് ആ സംഖ്യ തന്നാൽ അതോടുകൂടി ആ കേസ് അവിടെ അവസാനിക്കും. നമുക്ക് സംഖ്യ കിട്ടും. ഒരു നോട്ടീസ് അയച്ചാൽ മതി. ആ നോട്ടീസ് അയച്ച് 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആ പൈസ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അഥവാ അദ്ദേഹം ആ നോട്ടീസ് കൈപ്പറ്റാതെ മടക്കുകയാണെന്നിരിക്കട്ടെ, അവിടെ പോസ്റ്റ്മാൻ ആ വ്യക്തിക്ക് ഇൻറ്റിമേഷൻ നൽകും. ആ ഇൻറ്റിമേഷൻ നൽകിയ തീയതിയാണ് പ്രധാനമായും കണക്കാക്കുക. അവിടെ നിന്ന് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് സംഖ്യ ലഭിക്കേണ്ടതുണ്ട്. ഈ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കേസുമായി മുന്നോട്ട് പോകുവാനായിട്ട്. ഈ 15 ദിവസം അവർക്ക് സംഖ്യ നമുക്ക് നൽകുവാനുള്ള സമയമാണ്. ചെക്ക് പ്രകാരം സംഖ്യ നമുക്ക് നൽകുവാനുള്ള സമയമാണ്. ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത്. ചെക്ക് നമുക്ക് നൽകുകയും ആ ചെക്ക് പ്രകാരം സംഖ്യ ബാങ്കിൽ നിക്ഷേപിക്കാതിരിക്കുകയും അതിനുശേഷം അത് മടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത് ഇപ്രകാരമുള്ള ആ 15 ദിവസം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നോട്ടീസ് അയക്കുവാൻ 30 ദിവസം, അതിനുശേഷം സംഖ്യ തരുവാൻ 15 ദിവസം, അതിനുശേഷം കേസ് ഫയൽ ചെയ്യാൻ 30 ദിവസം. ഇതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ. ഇനി എവിടെയാണ് ഈ ചെക്ക് കേസുകൾ ഫയൽ ചെയ്യേണ്ടത് പരിശോധിക്കാം. അതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഏകദേശം ധാരണ കൃത്യമായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണോ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്, ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ബാങ്കിൻ്റെ അധികാരാതിർത്തി, ആ ബാങ്ക് ഏത് അധികാരാതിർത്തിയിലാണോ നിൽക്കുന്നത്, ഏത് കോടതിയുടെ അധികാരാതിർത്തിയിലാണോ നിൽക്കുന്നത്, ആ കോടതി മുമ്പാകെ നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതായത് നമ്മളുടെ ബാങ്കിൻ്റെ അത് ഏത് അധികാരാതിർത്തിയിലാണോ നിലനിൽക്കുന്നത്, ആ കോടതിയുടെ മുമ്പാകെ നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എവിടെ വെച്ചാണോ ഈ ചെക്ക് കൈമാറുന്നത്, ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്, അവിടെ വെച്ചും നമുക്ക് ഇപ്രകാരം കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രതിയുടെ ബാങ്ക് ഏതാണോ
അവിടെയും നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെക്ക് വെച്ച് കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം വളരെ കൂടിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ അധികാരത്തിൽ കേസ് ഫയൽ ചെയ്യാവുന്ന ഒരു അധികാരം വന്നു ചേർന്നിരിക്കുന്നു. അത് വളരെ ഗുണകരമായ ഒരു സംഗതിയാണ്. ഇനി ഈ ചെക്ക് പ്രകാരം കേസ് നമുക്ക് അനുകൂലമായി വിധിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അങ്ങനെ വിധിയാകുന്ന സാഹചര്യത്തിൽ ഈ കേസ് കൊടുത്തിട്ടും നമുക്ക് പണം ലഭിക്കുന്നില്ല, കേസ് തുടരുകയാണ്. അങ്ങനെ കേസ് തുടർന്ന് ആ വിധിയാകുന്ന ഒരു സാഹചര്യം വന്നു. എന്ത് വിധിയാണ് കോടതിക്ക് നൽകാൻ കഴിയുക? ഇപ്പോഴത്തെ ഭേദഗതികൾക്ക് ശേഷം പുതിയ അവസ്ഥയിൽ നമ്മെ സംബന്ധിച്ച് ആ കേസ് നമുക്ക് അനുകൂലകരമായി വിധിയാകുന്ന പക്ഷം ഈ പ്രതിയെ 2 വർഷം തടവിന് ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ എത്രയാണോ ചെക്കിൻ്റെ തുക, ആ ചെക്കിൻ്റെ തുകയുടെ ഇരട്ടി തുക പിഴയായി വാദിക്ക് നൽകുവാൻ കൽപ്പിക്കാവുന്നതാണ്. അതായത് പ്രതി വാദിക്ക് ചെക്കിൻ്റെ ഇരട്ടി തുക പിഴയായി നൽകുവാനായിട്ട് ഈ കോടതിക്ക് വിധി കൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതായത് 2 വർഷം തടവ്, ചെക്ക് സംഖ്യയുടെ ഇരട്ടി സംഖ്യ പിഴയായി നൽകുവാനുള്ള നിയമവ്യവസ്ഥകളുണ്ട്. പക്ഷേ കേസുകൾ പലപ്പോഴും അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2018 പുതിയ ഒരു ഭേദഗതി കൂടി വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഒരു ഇൻ്ററിം ഓർഡർ, ഒരു ഇടക്കാല ഉത്തരവ്, ഒരു ഇടക്കാല ആശ്വാസം, അതുപ്രകാരം സംഖ്യ നൽകുവാനായിട്ട് ഒരു ഇടക്കാല സംഖ്യ നൽകുവാനുള്ള അധികാരം ഇപ്പോൾ കോടതിക്ക് നൽകിയിരിക്കുകയാണ്. അതായത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള ഒരു ഇടക്കാല സംഖ്യ നൽകുവാനുള്ള അധികാരം 2018 ഭേദഗതിയിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇതൊരു ക്രിമിനൽ സംവിധാനത്തിൽ നിലനിൽക്കുന്ന സംവിധാനമാണ്. അതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ അധികാരം തന്നെ വേണ്ട എന്ന് വയ്ക്കുവാനുള്ള ശ്രമങ്ങൾ പാർലമെൻറ്റ് ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം നടക്കുന്നുണ്ട്. അതൊക്കെ ആ സൈഡിൽ അത് പിന്നീട് ആലോചിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് സിവിൽ കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. നമുക്ക് എത്ര രൂപയാണോ ചെക്ക് പ്രകാരം ലഭിക്കേണ്ടത്, ചെക്ക് മടങ്ങി ലഭിക്കേണ്ടത്, ആ തുകയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ പലിശയ്ക്കും അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന നഷ്ടപരിഹാരത്തിനും റിലീഫ് കിട്ടുവാൻ വേണ്ടി, അതിന് ആശ്വാസം കിട്ടുവാൻ വേണ്ടി നമുക്ക് സിവിൽ കോടതിയെ സമീപിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അധികാരങ്ങളുണ്ട് ഈ 138 ക്രിമിനൽ നടപടികൾക്ക് പുറമെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടിയും സ്വീകരിക്കാം, സിവിൽ നടപടിയും സ്വീകരിക്കാം. പക്ഷേ സിവിൽ നടപടി കൂടുതൽ ഭാരിച്ച ചെലവായി വരുന്നതായതുകൊണ്ട് സാധാരണഗതിയിൽ ആളുകൾ ഇപ്പോൾ ക്രിമിനൽ നടപടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെക്ക് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോലീസിനെ സമീപിക്കാൻ കഴിയില്ല. പോലീസ് സമീപിക്കാനോട് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷേ പോലീസ് സമീപിച്ചാൽ അപ്രകാരം കേസ് എടുക്കുവാൻ കഴിയുകയില്ല. നമുക്ക് കോടതിയെ നേരിട്ട് സമീപിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കോടതിയിൽ തന്നെ പോയി നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. പ്രതിക്ക് ജാമ്യമെടുത്ത് ആ കേസ് തുടർന്ന് നടത്താവുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ചെക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.